സ്വീകരിക്കുമായിരുന്നു. ഷോണിന്റെ പ്രതികരണത്തിലേക്ക് അഡ്മിഷൻ ഇവിടെ എഴുതി, എമർജൻസി മെഡിസിൻ അഡ്മിഷൻ എഴുതി. എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ അവർ കണ്ടിട്ട് തീരുമാനിക്കും. ഇവിടെ വന്നിട്ട് വേരിയേഷനും പ്രഷറും സെയിം ലെവലാണ്. ഇന്ന് അതുകൊണ്ട് അഡ്മിഷൻ തന്നെയാണ്. അഡ്മിറ്റ് ചെയ്തെന്നാ പറഞ്ഞത്. അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, അഡ്മിറ്റ് ചെയ്തെന്നാണ് അവർ പറഞ്ഞത്. ജി ശ്രീജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ? ICUവിലേക്ക് മാറ്റുകയാണ് അല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിലെ, അല്ലേ? തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. PC ജോർജിന് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ECGയിൽ വേരിയേഷൻ കണ്ടു. അതിനാലാണ് അദ്ദേഹത്തിന് നിരീക്ഷണം വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ജയിലിലേക്ക് മാറ്റുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ഉള്ളത്. ശ്രീജിത്ത് പണിക്കർ, ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന് നിരീക്ഷണം വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ ICUവിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആംബുലൻസിലാണ് ICUവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അവിടെ അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും മഞ്ജുഷ, അദ്ദേഹത്തെ കാർഡിയോളജി വിഭാഗം ICUവിലേക്ക് മാറ്റുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. എന്തായാലും ഇവിടെ ഡോക്ടർമാർ പരിശോധന നടത്തും. വിദഗ്ധ ഡോക്ടർമാർ കാർഡിയോളജി വിഭാഗത്തിലാണ് ഉള്ളത്. അദ്ദേഹത്തിന് കാർഡിയോളജി വിഭാഗത്തിലെ പരിശോധനയാണ് വേണ്ടതെന്ന് പാലാ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അതാണ് മജിസ്ട്രേറ്റ് പരിഗണിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത്. അങ്ങനെ ഇവിടെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും ECG എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ECG വ്യതിയാനം കണ്ടെത്തി. ഇതേ തുടർന്നാണ് എന്തായാലും അവിടെ പരിശോധന നടത്തുകയും അഡ്മിഷന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്തായാലും കാർഡിയോളജിയിൽ ഇന്ന് അദ്ദേഹം തുടരും. ഇവിടെയായിരിക്കും തുടർ പരിശോധനകൾ ഉണ്ടാകുക. എത്ര നേരം ഈ നിരീക്ഷണം വേണം എന്നൊക്കെ കാര്യത്തിൽ ഡോക്ടർമാരാണ് തീരുമാനമെടുക്കുക. എന്തായാലും PC ജോർജ് ഇന്ന് ആശുപത്രിയിൽ തുടരും. ജയിലിലല്ല, ആശുപത്രിയിലാകും ഉണ്ടാകുക എന്ന് ഏതാണ്ട് വ്യക്തമാകുകയാണ്. മഞ്ജുഷ്, ഇനിയുള്ള അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ അത് എന്നത്തേക്കുണ്ടാകും? ആ രീതിയിലുള്ള കാര്യങ്ങൾ ഷോൺ പറയുകയുണ്ടായോ? നേരത്തെ നമ്മൾ അനൌദ്യോഗികമായി അറിഞ്ഞത് 2 ദിവസത്തിന് ശേഷം, അതായത് നാളേക്ക് ശേഷം, മറ്റന്നാൾ അവധിയാണ്, ശിവരാത്രി അവധിയാണ്, കോടതിയില്ല. അതിനടുത്ത ദിവസം ഒരുപക്ഷെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ ജാമ്യ ഹർജി വീണ്ടും നൽകാനായിരുന്നു ആലോചന. അതിനുള്ള നീക്കങ്ങൾ PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഷോൺ ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ആശുപത്രിവാസം എന്നുള്ള നിലയിലേക്ക് ഡോക്ടർമാർ തന്നെ എഴുതുകയും അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി അക്കാര്യത്തിൽ മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ എന്തായാലും ഇന്ന് ജയിൽ നിർദ്ദേശിക്കുകയായിരുന്നു, റിമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു മജിസ്ട്രേറ്റ് ചെയ്തത്. പക്ഷെ അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങളിൽ വീണ്ടും കൂടിയാലോചനകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്തായാലും ആശുപത്രിവാസം എത്ര ദിവസം വേണം എന്നതെല്ലാം അനുസരിച്ചുകൂടിയായിരിക്കും വീണ്ടും ജാമ്യാപേക്ഷ നൽകുന്ന കാര്യത്തിലും ഒരു അന്തിമമായ വ്യക്തത വരിക. ശരി, ജി ശ്രീജിത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. PC ജോർജിനെ കാർഡിയാക് ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ. അദ്ദേഹത്തിന്റെ ECG വേരിയേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ICUവിൽ പ്രവേശിപ്പിച്ചത്. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിന് വീണ്ടും ആരോഗ്യ പരിശോധന നടത്തിയത്. ശ്രീജിത്ത് പണിക്കർ, അപ്പോൾ